എന്താണെന്ന് അറിയാമല്ലോ, ഇത് നമ്മുടെ പ്ലാവിൻ്റെ ഇലയാണ് ഞാൻ ഇതുപോലെ തുന്നി ചേർത്തത്. അതായത് ഇത് നമ്മുടെ തെങ്ങിൻ്റെ ഓലയുടെ ഇത് ഈർക്കിൽ കൊണ്ട് ഞാനിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഇത് രണ്ട് ഇതെന്തിനാണെന്ന് അറിയാമോ? ഇത് കുത്തിയിട്ട്, അതായത് ഇനി ഇതുപോലെ കുത്താം, എന്നിട്ട് ഓരോന്നും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കുത്താം, ഇവിടെ തുന്നി ചേർക്കാം. അതേപോലെ തന്നെ ഇവിടെയും തുന്നി ചേർക്കാം. തുന്നി ചേർത്തിട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്നും മടക്കിയിട്ട് തുന്നാം. ഇങ്ങനെ മടക്കി തുന്നാം. ഇങ്ങനെ തുന്നിയ ശേഷം ഇത് എല്ലാ സ്ഥലത്തും തുന്നിയാൽ ഇതുപോലെ ആവും. ഇതെന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് നമുക്ക് കൊട്ടിക, കാസർഗോഡ് ജില്ലയിൽ കൊട്ടിക എന്ന് പറയും. കാസർഗോഡ് ജില്ലയിൽ പറയുന്നത് കൊട്ടിക എന്ന് വെച്ചാൽ ഇഡ്ഡലിയുടെ മാവിനെ നമ്മൾ പ്ലാവിൻ്റെ ഇലയിൽ ഒഴിച്ചിട്ട് ആവിയിൽ വേവിക്കുന്നതിനെയാണ് കൊട്ടിക എന്ന് പറയുന്നത്. ഈ കൊട്ടിക എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ നല്ലൊരു പലഹാരമാണ്. അതായത് ഇഡ്ഡലിയുടെ പോലെ തന്നെയാണ്, അത് പ്ലാവിൻ്റെ ഇലയിൽ നമ്മൾ ഒഴിക്കുന്നത് എന്നേ ഉള്ളൂ. ഇത് നമ്മുടെ അഷ്ടമി രോഹിണിക്കും ദീപാവലി നാളിലെല്ലാം കാസർഗോഡ് ജില്ലയിൽ ഈ കൊട്ടിക ഉണ്ടാക്കുന്നത് പതിവാണ്. ഇങ്ങനെ കൊട്ടിക ഉണ്ടാക്കിയാൽ, ഈ പ്ലാവിൻ്റെ ഇലയിൽ ഉണ്ടാക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അത് എല്ലാവരും ഒന്ന് ഇത് പരീക്ഷിച്ച് നോക്കാം. ഈ കൊട്ടിക ഇതുപോലെ പ്ലാവിൻ്റെ മൂട ഉണ്ടാക്കിയിട്ട് അതിൽ അരിയുടെ മാവ്, ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ചിട്ട് വേവിക്കാം. അതിനുശേഷം അതിന് നമ്മുടെ മാങ്ങാപ്പായസം ഉണ്ടെങ്കിൽ മാങ്ങാപ്പായസം, അല്ലെങ്കിൽ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കുകയാണ് പതിവ്. ഓക്കെ, താങ്ക് യു.